ടൂ വീലർ അന്വേഷിച്ച് നടക്കുന്ന ആളാണെങ്കിൽ, അതിപ്പോൾ ബുള്ളറ്റുകളായിക്കോട്ടെ, സ്കൂട്ടികളായിക്കോട്ടെ, സ്പോർട്സ് ബൈക്ക് ആവട്ടെ, ഏതാണെങ്കിലും ഇവയെല്ലാം ഉള്ള ഒരു വലിയ ഷോറൂം, എനിക്ക് തോന്നുന്നു കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഷോറൂം ആയിരിക്കും ഇത്. അത്രയധികം സ്റ്റോക്ക് ഈ ഒരു ഷോറൂമിലുണ്ട്. ഒരു 100-300ഓളം ടൂ വീലറുകളുടെ വലിയ ഷോറൂമാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഏത് തരം വാഹനം വേണമെങ്കിൽ ഇതേ സമീപിക്കാം. ഈ ഷോറൂമിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിൽ കയ്പമംഗലം 3 പീടിക എന്ന സ്ഥലത്താണ്. പിന്നെ ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യാം. പരിചയപ്പെടാൻ പോണത് റോയൽ എൻഫീൽഡിന്റെ സ്റ്റാൻഡേർഡ് പോകുന്നത്. ഇതൊക്കെ 17 ഉണ്ട്, 18 ഉണ്ട്, 19, 21, 22 വരെ വണ്ടികൾ. ഇപ്പൊ 17 സ്റ്റാർട്ടിങ് വരുന്നത് 1.22 തൊട്ട് 1.65 വരെ ഉണ്ട് പ്രൈസ് റേഞ്ചുകൾ. ഇതിനൊക്കെ വെച്ചാലും ഓൾ കേരള ഫിനാൻസ് അവൈലബിൾ ആണ്. അപ്പൊ ഈ കസ്റ്റമർക്ക് ഒരു 20,000 രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ബുള്ളറ്റുകളൊക്കെ നമുക്ക് ഇറക്കാൻ പറ്റും. ഇനിയിപ്പോൾ അതല്ല, കസ്റ്റമർക്ക് ഇനി സിബിൽ ഇഷ്യൂ എന്തെങ്കിലും ഉണ്ട്, ഡൗൺ പേയ്മെന്റ് കൂടുതൽ ഇറക്കാൻ പറ്റുന്നുണ്ടെങ്കിലും നമ്മൾക്ക് ഫിനാൻസ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പൊ ലോൺ എടുത്തിട്ട് എന്തെങ്കിലും തരത്തിൽ എന്തെങ്കിലും മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഡൗൺ പേയ്മെന്റ് ഒന്ന് കുറച്ച് കൂട്ടി കൊടുത്താൽ മതി. അതായത് 20 എന്നുള്ളത് 40 കൊടുത്താൽ മതി. അതെ, ഇതിപ്പോ ഒരു 1.68 വണ്ടി നോക്കി, 1.68 വണ്ടി കസ്റ്റമർ ഒരു 20,000 രൂപ ഇറക്കിനി. അതായത് ട്രാക്ക് ക്ലിയർ ആണെങ്കിൽ 20,000 രൂപ അത്രേ ഉള്ളൂ നോക്കി. അത്രേ ഉള്ളൂ കസ്റ്റമർക്ക്. അപ്പൊ ആളുടെ ലാൻഡ് ടാക്സ് വെച്ചാല് നമുക്ക് ഒരു വർക്കിന്റെ കൊണ്ട് വണ്ടി ഇറക്കി കൊടുക്കാൻ പറ്റും. 1.25 ലക്ഷം ഒക്കെ നമുക്ക് ലോൺ പ്രൊവൈഡ് ചെയ്യാം. ഇനിയിപ്പോ അതല്ല, കസ്റ്റമർക്ക് ഇനി ഇത്തിരി കൂട്ടി ഇറക്കാൻ പറ്റുന്നേക്ക് ഒരു 90,000 രൂപ ലോൺ മതി നോക്കി. അപ്പോഴാണെങ്കിൽ നമുക്ക് സ്പോർട്ട് ഫിനാൻസ് നോക്കാം, സ്പോർട്ട് നോക്കാം. അപ്പൊ ഇനിയിപ്പോ അതല്ല, കസ്റ്റമർക്ക് സിബിൽ ഇല്ല നോക്കി, വേറെ ലോണൊക്കെ എടുത്ത് പെൻഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് നോക്കി. അപ്പൊ ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് ഫണ്ട് കൂടുതൽ അടച്ചിട്ട് അടക്കിച്ചാല് ഇത്തിരി ബെറ്റർ ആയിരിക്കും. ലോൺ മുടക്കൊന്നും വരില്ല. ഡൗൺ പേയ്മെന്റ് കുറച്ച് കൂടുതൽ അടച്ചാൽ അതെ. ഇപ്പൊ ഡൗൺ പേയ്മെന്റ് ഇത്തിരി കൂടുതൽ അടയ്ക്കാന്നുണ്ടെങ്കിൽ സിബിൽ സ്കോർ ഇഷ്യൂ ഉള്ള പ്രശ്നമുള്ള കസ്റ്റമേഴ്സ് നല്ലതായിരിക്കും. അതാണ് പറയാനുള്ളത്. ഇതിപ്പോ ഈ പറഞ്ഞ പോലെ 2000 എത്ര മോഡൽ ഉണ്ട്? ഇത് ES ആ. ഇത് 2021, 22 വണ്ടിയാ. 1.65 ഉള്ളൂ. 1.65 റേഞ്ച്. ഇതൊക്കെ 2020 വണ്ടിയാ. ആ പ്രൈസ് റേഞ്ച് ഒക്കെ തന്നെ ഉള്ളൂ. സ്റ്റാൻഡേർഡ് എന്തായാലും 1.22 തൊട്ട് 1.65 വരെ ഉണ്ടാവും. സ്റ്റാർട്ടിംഗ് പ്രൈസ് എത്ര? 1.22. 17-18 വണ്ടി. 17-18 സിംഗിൾ ഓണർ വണ്ടികളല്ലേ? സിംഗിൾ ഓണർ വണ്ടികള്. 90% വണ്ടികളും സിംഗിൾ ഓണർ വണ്ടികളാണ്. അത് 2-3 ഏതെങ്കിലും സെക്കൻഡ് ഓണർ ഒക്കെ ഉണ്ടാവും. പിന്നെ വണ്ടികൾ എന്ന് പറയുമ്പോഴും ഇത്തിരി പഴയ മോഡലാണെങ്കിലും വണ്ടി നീറ്റ് ആൻഡ് ക്വാളിറ്റി ആയിരിക്കും. ഇപ്പൊ നമ്മ കൂടുതൽ ഡീൽ ചെയ്യുമ്പോൾ 17, 18, 19 കൂടുതൽ ഡീൽ ചെയ്യാറുണ്ട്. പിന്നെ ഇത്തിരി പഴയ മോഡൽ ഒക്കെ ഉണ്ടെങ്കിൽ വണ്ടി ക്വാളിറ്റി ഉള്ളതാണ്. അതുകൊണ്ട് ഇത് അടുത്ത തണ്ടർബേഡാ. ഇതൊക്കെ തണ്ടർബേഡുള്ള ഈ 3 തണ്ടർബേഡ് 2019 ABS വണ്ടികളാണ്. 2019 മോഡലല്ലേ? 18 ഉണ്ട്, 19 ഉണ്ട്. 18, 19. അതെ, 1.40 സ്റ്റാർട്ടിംഗ് ഉണ്ട്. 1.40 മുതൽ സ്റ്റാർട്ടിംഗ് റേഞ്ച് വരുന്നുണ്ട്. ഇതിന്റെ അടുത്ത് മെറ്റിയോറാ. മെറ്റിയോർ 22, 23 വണ്ടിയാ. 23 വണ്ടി 1.95 ഒക്കെ വരും. ആ റേഞ്ച് വരും. ഇതൊക്കെ ഈ പറഞ്ഞ പോലെ നമുക്കൊരു 20-30 രൂപ റേഞ്ച് ഡൗൺ പേയ്മെന്റ് പോരെ? 40 അടച്ചാൽ മതിയാവും. മതിയല്ലേ? അതാകുമ്പോ ലാൻഡ് ടാക്സ് വെച്ചാല് നല്ല ട്രാക്ക് ആണ് കസ്റ്റമർക്ക് ഉണ്ടാവും. ഇനിയിപ്പോ അതല്ല, ഇതും ഒരു 90,000 രൂപ ഒരു 90,000 രൂപ ലോൺ മതി. ഡൗൺ പേയ്മെന്റ് ഇതിൽ കൂടുതൽ അടയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആധാർ കാർഡും ബാങ്ക് ഡീറ്റെയിൽസും മാത്രം മതി. ഹാഫ് ആൻ അവറിൽ വണ്ടി എടുക്കാൻ പറ്റും കസ്റ്റമർക്ക്. നമുക്ക് വണ്ടി വന്ന് കണ്ടിട്ട് ഒരു അരമണിക്കൂറിൽ വണ്ടി ഇറക്കിക്കൊണ്ടാവും. വണ്ടി ഇറക്കിക്കൊണ്ടാവും. ഈ പറഞ്ഞ പോലെ എല്ലാത്തിനും 6 മാസം എഞ്ചിൻ വാറന്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. 6 മാസം എഞ്ചിൻ വാറന്റി ഉണ്ടാവും. അടുത്ത ഹിമാലയൻ 2019 18 വണ്ടിയാ. 18-19 മോഡലല്ലേ? അതെ, സിംഗിൾ ഓണർ വണ്ടി. ഇതാണ് ഓടിയില്ലതൊന്നും. ഇതൊക്കെ ഒരു 25,000 കോടി ഉണ്ടാവുള്ളൂ. ആ റേഞ്ച് ഓടിയിട്ടുള്ളൂ. പ്രൈസ് റേഞ്ച് എത്ര? ഇതാകുമ്പോ ഒരു 1.85 ഒക്കെ ഉണ്ടാവുള്ളൂ. 1.85 സിംഗിൾ ഓണർ വണ്ടിയാണ്. ഒരു 35-40 കൊടുത്ത ഡൗൺ പേയ്മെന്റ് മതി. അടുത്തത് പറയുമ്പോ ക്ലാസിക് ആണ്. ക്ലാസിക് തന്നെ പല വെറൈറ്റീസ് ഉണ്ട്. ഈ വരി മൊത്തം ക്ലാസിക് അല്ലേ? ഇത് മൊത്തം ക്ലാസിക്കാണ്. എത്ര മോഡൽ റേഞ്ച്? ഇത് 19 ഉണ്ട്, 18 ഉണ്ട്, 17 ഉണ്ട്. 17, 18, 19 ആ മോഡലുകൾ വരുന്നുണ്ട്. 19 ഒക്കെ ആകുമ്പോ ABS ഉണ്ടാവും. ഡ്യുവൽ ഡിസ്ക് ABS ആയിരിക്കും. ഇതൊക്കെ ആകുമ്പോൾ 17,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാ. ഇതാണെങ്കിലും 20,000 രൂപ ഡൗൺ പേയ്മെന്റ് ഒക്കെ മതി. ഏറ്റവും മിനിമം ഡൗൺ പേയ്മെന്റ് 20,000 രൂപ. ഡൗൺ പേയ്മെന്റ് കസ്റ്റമർക്ക് വണ്ടി എടുക്കാൻ പറ്റും. ടയറും കാര്യങ്ങളൊക്കെ പുത്തനാണല്ലേ? അതിപ്പോ കസ്റ്റമർക്ക് നേരിട്ട് വന്ന് ഏത് വണ്ടി വെച്ച് സെലക്ട് ചെയ്തെടുക്കാലോ. നോക്കിയെടുക്കാം. ഇതൊക്കെ പ്രൈസ് റേഞ്ച് എത്ര? പ്രൈസ് റേഞ്ച് 1.22 തൊട്ട് 1.50 വരെ സ്റ്റാർട്ടിംഗ്. 1.50 വരെ 18-19 വണ്ടികൾ. 18-19 സിംഗിൾ ഓണർ വണ്ടികൾ തന്നെ.